ഹായ് നമസ്കാരം. ചേന്നാട്ട് ബ്ലോഗിലേക്ക് ഏവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ കൃഷിയെ പറ്റിയും അല്ലെങ്കിൽ ഭക്ഷണത്തെ പറ്റിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് തലയിൽ താരനില്ലാത്തവർ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും താരൻ്റെ ഉപദ്രവം ലഭിച്ചവരായിരിക്കും നമ്മളിൽ മിക്കവാറും പേര്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും താരം വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വരാത്തവരുണ്ട്. ഇതെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് താരനുള്ള ഒരു മരുന്നിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ, എനിക്ക് താരനില്ല, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പല ആൾക്കാർക്കുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വീഡിയോ അവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് കൂടി കാണിട്ട്. കാരണം ഈ താരൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര അസ്വസ്ഥതയാണ്. നമ്മുടെ തലയിൽ മുടി ഉണ്ടാവുകയില്ല. അതുപോലെ കാരണം ഇത് നമ്മുടെ വീട്ടിലുള്ള റെസിപ്പി എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. തലയിൽ എപ്പോഴും നമുക്ക് തലയിൽ ചൊറിച്ചിൽ വരും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുമ്പോൾ പോകുന്ന മുടി കൊഴിഞ്ഞു പോകും, മുടി പൊട്ടിപ്പോകും. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ്. നമുക്ക് താരത്തിൻ്റെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. രാത്രിയായാലും നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഞാൻ നിങ്ങളെ അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം. 2 സ്പൂൺ കാപ്പിപ്പൊടി നമ്മളിട്ടു. ഇതിലേക്ക് നമ്മൾ 2 സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ പുളിയില്ലാത്ത 2 സ്പൂണ് തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ധരിച്ച ഒരു കാര്യമുണ്ടോ, കാപ്പിപ്പൊടി. നമ്മൾ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് കടയിൽ നിന്ന് മേടിച്ച കാപ്പിപ്പൊടിയിൽ എനിക്ക് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ വീട്ടിൽ പൊടിച്ച കാപ്പിപ്പൊടി ആണെങ്കിൽ ബെറ്ററാണ്. പിന്നെ കടയിൽ നമുക്ക് ബ്രാൻഡഡ് കാപ്പിപ്പൊടി ഏതെങ്കിലും ആണെങ്കിൽ ഓക്കെയാണ്. നല്ല ബ്രാൻഡഡ് കാപ്പിപ്പൊടി കിട്ടുവാണെങ്കിൽ ആ ബ്രാൻഡഡ് കാപ്പിപ്പൊടി, ഇപ്പം നെസ്കഫെ പോലത്തെ നല്ല കാപ്പിപ്പൊടിയാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വയനാട്ടിലുള്ളവരും മറ്റേ ഇടുക്കിയിലുള്ളവരൊക്കെ പറയുന്നത് നല്ല കാപ്പിപ്പൊടി നമുക്ക് ലഭിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ബ്രാൻഡഡ് കാപ്പിപ്പൊടി കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് പുളിയില്ലാത്ത 2 സ്പൂൺ തൈരാണ്. അപ്പോൾ തൈര് ഒഴിച്ചപ്പോൾ നിങ്ങൾ ചിലപ്പം ധരിച്ചു കാണും, അയ്യോ തൈര് പുളിയല്ലേ, അപ്പോൾ അത് ഞങ്ങളുടെ മുടിക്ക് കേടുപാട് വരുമോ. നമ്മളിത് ആയുഷ്കാലം മുഴുവൻ തേക്കാൻ പോകാൻ വേണ്ടിയല്ല. നമ്മൾ ഇതേപോലെ 5 മിനിറ്റ് നമ്മൾ ഈ കാപ്പിപ്പൊടിയും തൈരും വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കേണ്ടത് മുടിയേലല്ല, നമ്മൾ തലയോട്ടി നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ വിചാരിക്കും ഇത് ഒറ്റ തവണ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുവാണ്, താരം പോകുവാണ്. ഒറ്റ തവണ കൊണ്ട് നമുക്ക് താരം പോകില്ല. നമ്മൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തുടക്കത്തിൽ നമ്മൾ ചേർക്കണം. വെറും 3 ദിവസം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ താരൻ നമുക്ക് പോകുന്നതാണ്. കാരണം ഭയങ്കര അസ്വസ്ഥതയാണ് താരൻ നമുക്ക് കയറി കഴിഞ്ഞാൽ. നമ്മളിൽ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും താരം പോകാൻ വേണ്ടി നമ്മൾ ഇതേപോലെ പല സംഭവവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങി പല കെമിക്കലും നമ്മൾ തേച്ചിട്ട് നമ്മുടെ മുടി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ത്വക്കിൽ അസുഖങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പല കേടുപാടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ നമുക്ക് നേരിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, നല്ല ബ്രാൻഡഡ് വെളിച്ചെണ്ണയാണ്. അതേപോലെ തന്നെ നല്ല കാപ്പിപ്പൊടിയാണ്. ഒന്നുകിൽ നമ്മൾ വീട്ടിലുള്ള കാപ്പിപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് കാപ്പിപ്പൊടി മേടിക്കും. ഇത് 3 കൂടി പുളിയില്ലാത്ത തൈര്, നമ്മൾ വീട്ടിൽ തൈര് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ നല്ല തൈര് വാങ്ങും. അത് പുളിയില്ലാത്ത 2 സ്പൂൺ തൈര്. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് നമ്മൾ തലയോട്ടിലേക്ക് തേച്ചങ്ങ് പിടിപ്പിക്കുക. തലയോട്ടി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടിയൊന്നും തേക്കണ്ട, തലയോട്ടി അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി. ആ തലയോട്ടി തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ താരൻ നമുക്ക് പമ്പ കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക.